ആലപ്പുഴയിലെ കരുവാറ്റയിൽ നടന്ന മൃഗീയമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമ്പോൾ ഇന്നും കേരളത്തിൻ്റെ മനുഷ്യമനസ്സുകളെ ഞെട്ടിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ അടുത്ത തലമുറകൾക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത മാതാപിതാക്കന്മാർ പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുട്ടികൾ പലപ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൃഗീയമായ കൊലപാതക വാസനകൾ അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം കൗമാര കൊട്ടേഷൻ എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം. ബന്ധുവായ 13കാരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് കൊലപാതകം നടത്തുന്നത് 3 കൗമാരക്കാർ. ഐഫോണും ബൈക്കും വാങ്ങാനായാണ് മൃഗീയ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ രാവിലെ 9-ഓടെയാണ് ശിവൻകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. എന്താണ് കൊലപാതക കാരണം? ആരാണ് കൊലയ്ക്ക് പിന്നിൽ? ഈ അന്വേഷണമൊക്കെയാണ് 13 വയസ്സുകാരിയിലേക്ക് എത്തി നിന്നത്. കൊല്ലം പരവൂർ സ്വദേശിയായ ശിവൻകുട്ടി കരുവാറ്റയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 13 വയസ്സുകാരിയും ഇതേ വീട്ടിൽ തന്നെ. ശിവൻകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയം നോക്കിയാണ് സുഹൃത്തുക്കളായ 3 കൗമാരക്കാരെ പെൺകുട്ടി കൊല നടത്തി സ്വർണവും പണവും അപഹരിക്കാൻ വിളിച്ചു വരുത്തിയത്. മകളുടെ പ്രസവത്തിനായി ശിവൻകുട്ടിയുടെ ഭാര്യയും പെൺകുട്ടിയും ആശുപത്രിയിലേക്ക് പോയ രാത്രി മൂവർ സംഘം വീടിന്റെ ഓടി പൊളിച്ചകത്തു കടന്നു. കൈകാലുകൾ ബന്ധിച്ച് കഴുത്തിൽ തുണിമുറുക്കിയാണ് കൊലപ്പെടുത്തിയത്. ശേഷം മൂവരും കൊല്ലത്തേക്ക് ട്രെയിൻ കയറി. തൊട്ടടുത്ത ദിവസം ഒന്നും അറിയാത്ത ആളെ പോലെ പെൺകുട്ടി വീട്ടിലെത്തി നാട്ടുകാരെ വിളിച്ചുകൂട്ടി മരണവിവരം അറിയിച്ചു. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് കുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കൊല്ലത്ത് പരവൂരിലുള്ള 2-3 കുട്ടികളുടെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കൃത്യമായ പങ്കാളികളാണ് എന്നുള്ളത് പോലീസിന് വൈകുന്നേരത്തോടുകൂടി മനസ്സിലാകുന്നതും. 1-2 സുഹൃത്തുക്കൾ 2-3 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. ഒരു കൊലപാതകം മനസ്സിൽ ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കാനുള്ള വിവിധ പദ്ധതികൾ തയ്യാറാക്കുക. എങ്ങനെയാണ് ഇവർ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്? അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ മരണപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള 13 വയസ്സുകാര കുട്ടിയും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. കൊലപാതകം പൂർണ്ണമായി പെൺകുട്ടിയെ വീഡിയോ കോൾ വഴി തത്സമയം കാണിച്ചിരുന്നു. കൗമാരക്കാർ കൊല നടത്തിയത് പ്രൊഫഷണൽ രീതിയിലാണ്. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യുറകൾ ധരിച്ചു. തെളിവ് നശിപ്പിക്കാൻ വീട്ടിലാകെ മുളകുപൊടി വിതറി. മോഷ്ടിച്ച 6 പവൻ സ്വർണം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ കൊലപാതകം തെളിയിക്കപ്പെടാതിരിക്കാനായിട്ട് കയ്യുറകൾ ധരിക്കുക, തെളിവുകൾ നശിപ്പിക്കാനായിട്ട് വീട്ടിൽ മുഴുവൻ മുളകുപൊടി വിതറുക, ഇതൊക്കെ എങ്ങനെയാണ് ഈ 13, 14, 15 വയസ്സുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ അല്പം കൂടെ ശ്രദ്ധയോടെ, അതായത് നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഒന്ന് പരിശോധിക്കാനായിട്ടിടയായി. യാഥാർത്ഥ്യത്തിൽ നിന്നും അല്പം വഴിതെറ്റിച്ചാണ് വാർത്തകൾ പലതും പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ വാർത്തകളിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ലഹരി പദാർത്ഥങ്ങളുടെ സാന്നിധ്യമാണ്, MDMA സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ ലഹരി പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് ഒരു ആളെ കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ എങ്ങനെ സാധിക്കും? ആ പദ്ധതികൾ തയ്യാറാക്കി അത് വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ, വാർത്തക്കാരത് പറയുന്നുണ്ട്, പ്രൊഫഷണൽ രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാൻ എങ്ങനെ സാധിക്കും? മാത്രമല്ല അത് നടപ്പിലാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള സകല പഴുതുകളും അടച്ചാണ് ഇവർ മുന്നോട്ട് പോയത് എന്നാണ് നാം വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഒരു MDMA അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് മാത്രം കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളും പരിശോധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിന്താശേഷി അല്ലെങ്കിൽ അവരുടെ യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കൂടുകയല്ല ചെയ്യുന്നത്, അതിലൊക്കെ താളപ്പിഴകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളുടെ പിന്നിൽ ഒരു കാരണവശാലും MDMA, ലഹരി പദാർത്ഥങ്ങൾ, ഇവ മാത്രമാണ് സാന്നിധ്യമെന്ന് പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടുന്നത് ഒട്ടും ശരിയല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. കൃത്യമായി പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രായക്കാർക്ക് കയ്യുറ ധരിക്കണം, മുളകുപൊടി വിതരണം, ഇതൊക്കെ ഏത് സ്കൂളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഏത് മാതാപിതാക്കന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഏത് പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഏത് സാമൂഹിക സ്ഥാപനങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇതിവർ പഠിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു മേഖലയുണ്ട്. അതാണ് സിനിമാ മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ നിർദ്ദേശങ്ങൾ. കൗമാര യൗവനക്കാരെ സ്വാധീനിക്കുന്ന സിനിമകളുടെ ഒരു കണ്ടന്റ് ഒന്ന് നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.
മാർക്കോ പോലുള്ള സിനിമകൾ, മാർക്കോയാകട്ടെ, നരിവേട്ടയാകട്ടെ, ലോകയാകട്ടെ, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ, ബസൂക്ക, തുടരും, ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പലരും പറയുന്നത് ഛർദ്ദിക്കാൻ പോലും തോന്നിപ്പോകും എന്നുള്ള രീതിയിലാണ് അതിലെ ചില ഭാഗങ്ങൾ. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുമായിരിക്കും എന്ന് ഇപ്പോൾ വിചാരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതിലൂടെ എന്തോ ഇന്നത്തെ ജെൻസി വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ചു വിടുകയാണ്. ദൃശ്യമെന്നുള്ള സിനിമ തന്നെ യഥാർത്ഥത്തിൽ അത് കണ്ടിട്ട് കൊലപാതകം ചെയ്തവരുണ്ട് എന്നുള്ളതാണ്. ദൃശ്യത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ അത് മനസ്സിനെ സ്വാധീനിക്കുകയും ജീവിതത്തെ സ്വാധീനിക്കുകയും പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവർ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു വ്യക്തിയെ കൊല്ലാൻ എങ്ങനെ ഇവർക്ക് ട്രെയിനിങ് കിട്ടി. തീർച്ചയായിട്ടും ഇവർ കാണുന്ന ഈ സിനിമകൾ ഇവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ സിനിമകളെയും സിനിമയിലുള്ള വയലൻസിനെയും നമ്മൾ മലയാളികൾ അത് നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ അടുത്ത തലമുറകൾ വളരെ വയലൻസ് അത് ആഘോഷിക്കുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് സ്ഥിരം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലോട്ട് വരും. മാത്രമല്ല സ്ഥിരം ആളുകളെ കൊല്ലുകയും അതുപോലെ തന്നെ കുത്തി മുറിവേൽപ്പിക്കുകയും തലവെട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്ന സീനുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾ ഒന്ന് വേദനിക്കുന്നത് കണ്ടാൽ അയാളോട് കരുണ തോന്നുക, അയാളോട് സഹതാപം കാണിക്കുക, ഇത്തരത്തിലുള്ള മാനസിക സ്ഥിതികൾ ഒന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യത എന്നുള്ളത് തന്നെയാണ്. ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ പലരെ ഒരുമിച്ച് കൊല്ലുന്നു, എന്നിട്ട് ഈ നടൻ വളരെ വിജയാഘോഷത്തോടുകൂടെ നടന്നു വരുന്നു, അതിൻ്റെ പിന്നിൽ കൊടുക്കുന്ന BGM ഇതെല്ലാം കണ്ട് കൈയടിക്കുന്ന നമ്മുടെ ജെൻസി തലമുറയെ ഇന്നത്തെ ഈ സിനിമ ലോകം തന്നെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്? അവർ ഭാവിയെ ശരിയായ രീതിയിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയും അതിനു വേണ്ടിയിട്ട് സ്വന്തം ഭാവിയെ കെട്ടിപ്പടുത്തുന്ന നല്ല കാര്യങ്ങൾ പഠിക്കേണ്ടവരല്ലേ? അതിനു പകരം സഹജീവികളെയും അധ്യാപകരെയും മാതാപിതാക്കന്മാരെയും എന്തിനേറെ പറയുന്നു വയോജനങ്ങളെപ്പോലും വെറുതെ വിടാത്ത ഇന്നത്തെ തലമുറ നാളെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ അപകടകാരികളായി തീരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ സിനിമകൾക്ക് പങ്കുണ്ട്, ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ സിനിമകൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, സിനിമകളിലെ രംഗങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ യുവജനങ്ങളെ ശരിയായ ആരോഗ്യകരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ കൂടെ മാതാപിതാക്കന്മാർ, അധ്യാപകർ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ഇതിനെ MDMA മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി സംഘങ്ങളുടെ മാത്രം തലയിൽ കൊണ്ടുവച്ച് രക്ഷപ്പെടാമെന്നുള്ളത് ഒട്ടും നല്ലൊരു രീതിയല്ല. വരും കാലങ്ങളിൽ ആരോഗ്യകരമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ തലമുറകളെ നമുക്ക് പഠിപ്പിക്കാം. മറ്റൊരു വിഷയവുമായി നാം വീണ്ടും കാണും വരെയും ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ.